Dear friends, come and enjoy our delicious treat. ഓ അതിനടുത്ത് പറഞ്ഞാൽ മതി, ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും. Abhirami, come. ഈ പിങ്കി എന്താ മോളെ ഇങ്ങനെ? ഇവിടെ നിൽക്കായിരുന്നോ? How beautiful. Abhirami, ഇത് എവിടുന്നാ വാങ്ങിച്ചേ? കല്യാൺ സാരീസ്. ഹായ് നോക്കട്ടെ. ഓ ഇതിന് എത്രയായി? 15,000. 15,000ഓ? ആ എങ്ങനെ കൊള്ളാവോ? നന്നായിണ്ടല്ലേ? കൊള്ളാവോന്നോ? ശരിക്കും. പക്ഷെ ഹാരി ഇത്ര കോസ്റ്റ്ലി ഒന്നും സമ്മതിക്കില്ല. ഒരു സാരി 2 ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്താ പിന്നെ നീ ഇത് ഉടുക്കില്ലല്ലോ എന്ന് പുള്ളി പറയാ. യു ആർ ലക്കി. വളരെ ഭംഗിയുണ്ടല്ലോ ഇതിന്റെ ബോർഡർ ഒക്കെ. അല്ലല്ലോ അഭിരാമി, നീ എന്തിട്ടാലും ഒരു പ്രത്യേക ഭംഗിയാ. എന്തായാലും സൂപ്പർ ആവാണ്ടിരിക്കോ? ആരാ ഉടുത്തിരിക്കുന്നേ? ആ ഫ്രണ്ട്സ്, വരൂ വരൂ, വെയിറ്റിംഗ് ഫോർ യു. ഫുഡ് ഡേ. എടാ മരുന്ന് എവിടെ ഉള്ളത്? എടാ അതൊക്കെ അപ്പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ എന്നാ ടൈം കളയണ്ട തുടങ്ങാൻ. പക്ഷെ ഒരു കാര്യം, തിരിച്ചു പോകുമ്പോൾ ചെക്കിംഗ് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരെയും വീട്ടിലെത്തിക്കാൻ ഞാൻ രാജേഷിന്റെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ 2 കൂടുതലടിക്കാം. സേഫായി. ഉം. പിന്നല്ല. അഭിരാമി ഇവിടുത്തെ സാരി കണ്ടോ നിങ്ങള്? നല്ല രസമുണ്ടല്ലേ? ആ തിരക്കേടില്ല. തരക്കേടില്ല, നല്ല നല്ല അടിപൊളിയാ. 15,000 രൂപയത്രേ. ലിയോയെ കണ്ടുപഠിക്കണം. ഭർത്താക്കന്മാരായാലേ അങ്ങനെയാ. ഉം. എടി അതിന് അവൾക്കും ഇൻകം ഉണ്ട്, നമ്മുടെ പോലല്ല. ഓ അതുകൊണ്ടൊന്നുമല്ല, അതിനെ നല്ല മനസ്സ് വേണം. ഓ ശരി, നിനക്കും അതുപോലെ ഒന്ന് വാങ്ങിച്ചെന്നാ പ്രശ്നം തീരില്ലേ? ഓ വാങ്ങിക്കുന്ന ഒരാള്. ഓ നീ ഇങ്ങ് വാടി. പിങ്കി ഉറങ്ങിയ? നീ ഇത് എങ്ങോട്ടടി? വല്ല പാതിര കുർബാനയുണ്ടോ? എങ്ങനെയുണ്ട് ഇപ്പൊ? ഇത്ര നേരം നീ ഇത് തന്നെ കേട്ടോണ്ടിരുന്നു. അതല്ല, ഇപ്പൊ പറ, കൊള്ളാവോ? കൊള്ളാന്നേ. ഓ ശരി. ഇതിന് എത്ര വില വരും? ഒരു 6,000 രൂപ. ഒന്ന് ഉറപ്പിച്ച് പറ. 2,500. 6,000 രൂപ. ഷുവർ? ഇനി മാറില്ലല്ലോ? ഏയ് ഉറപ്പിച്ചോ? എങ്കി കേട്ടോ, 3,500. 3,500 ഉള്ളി. അപ്പൊ ഭയങ്കര ലാഭമായി പോയിട്ടാ. ആണല്ലോ, ഇത് ബാർഗൈനിങ് ആയിരുന്നു മോനെ. ഈ ബാറിലൊക്കെ ബാർഗൈനിങ് ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചു മരിക്കായിരുന്നു. കൊറേ നാളായി നിന്റെ വായിന്ന് ഞാനൊരു കോംപ്ലിമെന്റ് കേട്ടിട്ട്. ഐ എം വെരി ഹാപ്പി. തിരിച്ച് നിനക്ക് ഞാൻ എന്താ തരേണ്ടത്? എന്ത് തരാനാണ്? ഒന്നും വേണ്ട, ഒന്നും. അറ്റ് എ ടൈം 1 ജോബ്. എന്താ? ഒരു പണി നടക്കുമ്പോ വേറെ പണി നടക്കില്ല മോളെ. ഉം. 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 രാവിലത്തെ കൊറിയറിൽ വന്നതാ. എന്താ ഇത്? അറിയില്ല. എന്താടാ, വല്ല ബോംബോ മറ്റോ ആണോ?
തുറന്നു നോക്ക്. ഹേയ്, ലിയോയുടെ ഫ്രണ്ട് അയച്ചതാ. ലിയോയ്ക്കുള്ളതാ ഇത്. എന്നാലൊന്ന് തുറന്നു നോക്ക്. ചുമ്മാ പോടാ. ആ പറ. യെസ്, മാധവ് ദാസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഫൈൻ സർ. ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് അയച്ചിരുന്നു. കിട്ടി, പക്ഷേ വേണ്ടായിരുന്നു. ഓ സാരമില്ല. താങ്ക് യു സർ. പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവരെ എനിക്കിഷ്ടമാണ്. അഭിരാമിയുടെ പെർഫ്യൂമിന്റെ ഗന്ധം കാറിനകത്ത് ഇപ്പോഴും തങ്ങി നിൽക്കുന്നു. അഭിരാമി ഇറങ്ങിപ്പോയിട്ടു. അയ്യോ, ഇഷ്ടമായോ? ഇഷ്ടമാവും. ബിക്കോസ് ഐ നോ വാട്ട് ഈസ് യുവർ ടേസ്റ്റ്. പരിചയപ്പെട്ടിട്ട് ദിവസങ്ങളെ ആയുള്ളൂ എങ്കിലും. ഓക്കെ, വിളിക്കുമോ? അഭിരാമി എന്ത് പ്രശ്നമുണ്ടെങ്കിലും, ഇനി എന്ത് പ്രശ്നമാണെങ്കിലും വിളിക്കണം. ഇന്ന് കഴിച്ചിട്ടുണ്ടല്ലോ. ഓൺലി 2 പെഗ്സ്. ഓഫീസിൽ നിന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. അത് പിന്നെ എന്നും ഓരോ എക്സ്ക്യൂസ് ഉണ്ടാവുമല്ലോ. അതിന് തോക്കെടുക്കാൻ മാത്രമൊന്നുമില്ല. എൻ്റെ പ്രശ്നം ഇപ്പം അതല്ല. നെക്സ്റ്റ് മന്ത് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ ലിയോ, ആ അഡ്വാൻസ് അങ്ങ് തിരിച്ചു വാങ്ങിക്കാൻ. എടി, നമ്മൾ അഡ്വാൻസ് കൊടുത്ത കാശ് കൊണ്ട് അയാളുടെ മകളുടെ കല്യാണം നടത്തിയത്. ഓ, പിന്നെന്താ ചെയ്യാ? അതാണ് എൻ്റെ കൺഫ്യൂഷൻ. പക്ഷെ ക്യാഷ് റെഡിയാക്കണം. എങ്ങനെ? ഒരു ബാങ്ക് കുത്തി തുറന്നാലേ? തമാശകളാ. പിന്നെ ഞാൻ എന്താ പറയാ? വാ, അത് വിട്. കഴിഞ്ഞില്ലേ ഇതുവരെ? നേരം വെളുത്താലും തീരുമെന്ന് തോന്നണില്ല. ഇത് ഏതാ പെർഫ്യൂം? എങ്ങനെയുണ്ട്? കൊള്ളാമോ? അമേസിങ്, സംതിങ് സ്പെഷ്യൽ. നോക്കട്ടെ. നിന്റെ അതേ ഷേപ്പ്. കോസ്റ്റ്ലിയാണ്. ഇതാ നിന്റെ കുഴപ്പം. ഇത് ഞാൻ വാങ്ങിച്ചതല്ല, ഗിഫ്റ്റ് കിട്ടിയതാ. എവിടുന്ന്? ലിയോക്ക് അറിയില്ലേ നീതുവിനെ? അവളുടെ ബ്രദർ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. നോണ? അല്ല, സത്യം. എനിക്കറിയാം, നീ എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്.
നീ എൻ്റെ മുഖത്തേക്ക് നോക്കി. നീ ഇത് കാശ് കൊടുത്ത് വേണ്ടി ചെയ്ത. എത്ര രൂപ കൊടുത്തു? 2000? 2000 1000 ഓൺലി. എന്റെ സ്മെൽ എങ്ങനെയുണ്ട്? കൊള്ളാവോ? 5 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നില്ലേ, ഇനി പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? ഇതൊക്കെ എടുത്തു വെക്കേ, നമുക്ക് കിടക്കാം. എനിക്ക് ഉറക്കം വരുന്നു. നീ കിടന്നു. അപ്പൊ നീ? ഐ വോണ്ട് ടു ഫിനിഷ് ഓൾ ദീസ് തിങ്സ്. എന്നാലേ എനിക്ക് ഉറക്കം വരൂ. അതെ, ഞാൻ കിടക്കാൻ പോവാ. പിന്നെ അലാം ഒന്നും വെച്ചേക്കണ്ട കേട്ടോ. ഗുഡ് നൈറ്റ്. മാഡം ഫോൺ. ഹലോ. ഗുഡ് ഈവനിങ്. ആ സർ. എന്തു പറ്റി? വോയിസിനൊരു വല്ലാത്ത പോലെ. ഇല്ല, ഞാൻ പാർലറിലാ. ഇനിയും സുന്ദരിയാകാനുള്ള പുറപ്പാടിലാണോ? പയ്യന്മാരുടെ ഹാർട്ട് ബീറ്റ്സ് കൂടും. എന്താണ് സർ വിളിച്ചത്? വിളിച്ചത് ഡിസ്റ്റർബൻസ് ആയോ? എന്നല്ല. എന്നാണ്? അയ്യോ സർ, അതല്ല. ഞാൻ ഈ മുഖത്തൊക്കെ. ഓ സോറി. ഓക്കെ, കോൾ മീ ബാക്ക് വെൻ യു ആർ ഫ്രീ. ഓക്കെ ഓക്കെ സർ, ഞാൻ വിളിക്കാം. ബൈ.